യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓം ഗുരുഭ്യോ നമ. ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. സൗന്ദര്യലഹരി എന്ന കാവ്യത്തിൻ്റെ 9ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ വായിക്കുന്നത്. മഹീമൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിരം സ്വാദിഷ്ടാനേ ഹൃദി മരുതമാകാശമുപരി മനോവി ഭൂമധ്യേ സകലമവിദിത്യ കുലപഥം സഹസ്രാരേ പത്മേ സഹരഹസിപത്യ വിഹരസേ. നമ്മൾ ഇന്നലെ ചക്രങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ശ്ലോകവും. ഏറ്റവും താഴത്തെ ചക്രമാണ് മൂലാധാരം. നട്ടിലിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. മൂലാധാരം ഉണരുന്നതോടെ സാധന ആത്മജ്ഞാനം ലഭിച്ചു തുടങ്ങുന്നു. 4 ദളങ്ങളുള്ള ഈ ചക്രം ഒരു വ്യത്യസ്ത ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ദളങ്ങളിൽ വം, ശം, ഷം, സം എന്നീ അക്ഷരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അത് ഉണർന്നു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള സ്വാധിഷ്ഠാനം എന്ന ചക്രവും ഉണരുന്നു. സ്വാധിഷ്ഠാന ചക്രത്തിൽ 6 ദളങ്ങളാണ് ഉള്ളത്. ബം, ഭം, മം, യം, രം, ലം എന്നീ അക്ഷരങ്ങളാണ് ദളങ്ങളിലുള്ളത്. സ്വാധിഷ്ഠാന ചക്രം ഊർജ്ജസ്വലമാകുന്നതോടെ സാധകൻ എല്ലാവിധ സാഹിത്യ കലാദികളും അധ്യാത്മജ്ഞാനം എന്നിവ ഉണർന്നു തുടങ്ങുന്നു. ഇനി അടുത്തത് മണിപൂരക ചക്രം. ശരീരത്തിൽ നാഭിക്ക് തൊട്ട് മുകളിലായി മണിപൂരകത്തിൻ്റെ സ്ഥാനം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് അഗ്നിതത്വമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 ദളങ്ങളാണ് ഈ ചക്രത്തിന് ഉള്ളത്. ഡം, ഡം, തം, ഥം, ദം, പം, ഫം എന്നീ അക്ഷരങ്ങളോട് കൂടിയ ഈ ചക്രം ഉത്തേജിക്കുന്നതോടെ ഉപാസകന് കായിക ശക്തിയും ഊർജ്ജസ്വലതയും ഉണ്ടാകുന്നു. പരിശീലകൻ്റെ ഓജസ് വർദ്ധിക്കുന്നു. ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ഈ ചക്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. മൂലാധാരം മുതൽ മണിപൂരകത്തിൻ്റെ താഴെ ഉള്ള ഭാഗത്തെ സൂര്യമണ്ഡലമെന്നും മണിപൂരകം മുതൽ വിശുദ്ധിക്ക് താഴെ വരെയുള്ളതിനെ അഗ്നിമണ്ഡലമെന്നും പറയുന്നു. വിശുദ്ധിക്ക് മുകളിൽ ശിരസ് ഉൾപ്പെടുന്നതാണ് ചന്ദ്രമണ്ഡലം. വിശുദ്ധി ചക്രം വരെ കുണ്ടലിനി ഊർജത്തിന് ചൂടും വിശുദ്ധിക്ക് മുകളിൽ തണുപ്പും അനുഭവപ്പെടുന്നു. അടുത്ത അനാഹത ചക്രം അല്ലെ ഹൃദയചക്രം എന്നാണ് പറയുന്നത്. പേര് പോലെ ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യോഗശാസ്ത്രത്തിൽ ഇനി യം എന്ന ബീജമന്ത്രത്തോടുകൂടി 10 ദളങ്ങളിലായി ഇത് സ്ഥിതി ചെയ്യുന്നു. കം, ഇഖം, ഗം, ഖം, നം, ചം, ഛം, ജം, ജം, നം, ഠം, ഇഠം ബീജാക്ഷരങ്ങളോട് കൂടിയായി പറയപ്പെടുന്നു. വായുതത്വമായാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇനി വിശുദ്ധി ചക്രം. അനാഹത ചക്രം ഉണരുന്നതോടെ വായുതത്വത്തിൽ പരിപൂർണ സ്വാധീനം കൈവരുന്നു. ശരീരത്തിലെ പ്രാണസഞ്ചാരത്തെ സ്വേച്ഛയാൽ നിയന്ത്രിക്കും വഴി ഇന്ദ്രിയങ്ങൾ പോലെ മേലെ പരിപൂർണമായി നിയന്ത്രണശേഷി സാധന ലഭ്യമാകുന്നു. അധ്യാത്മപാതയിൽ ഉയർച്ചയും ഉണ്ടാകുന്നു.
ഈ കുണ്ടലിനി ഊർജം ഈ ചക്രത്തിലെത്തുന്നതോടെ യോഗി അത്യധികം കാരുണ്യവാനും അലൗകികമായ സ്നേഹത്തിൻ്റെ ഉറവിടവുമാകുന്നു. അദ്ദേഹം സർവ ചരാചരങ്ങളെയും അഗാധമായി സ്നേഹിക്കുന്നു. ഇനി അടുത്ത വിശുദ്ധി ചക്രം. പഞ്ചഭൂതങ്ങളിൽ ആകാശതത്വത്തെ പ്രതിനിധീകരിക്കുന്ന വിശുദ്ധി ചക്രത്തിൻ്റെ ബീജാക്ഷരം ഹം എന്നാകുന്നു. ഇത് 16 ദളങ്ങളോട് കൂടിയതും അം ആം ഈം ഈം ഉം ഊം റും റൂം റീം റൂം റൂം ആയിം ആയിം ഓം ഔം അങ് അ എന്നീ ബീജാക്ഷരങ്ങളോട് കൂടിയതുമാകുന്നു. ഇത് പുക നിറത്തോടു കൂടിയും പഞ്ചാക്ഷരങ്ങളുമായി ബന്ധപ്പെടുന്നു. അധ്യാത്മ സാധനയിൽ വിശുദ്ധിചക്രം വളരെയധികം പ്രാധാന്യം വഹിക്കുന്നു. തൊണ്ടയിലാണ് ഇതിൻ്റെ സ്ഥാനം. വിശുദ്ധി ചക്രം ഭേദിക്കപ്പെടുന്നതോടെ കുണ്ടലിനി ഊർജം അതിൻ്റെ മുകളിലുള്ള പ്രയാണപാത സ്വയമേ കണ്ടെത്തുന്നു. സാധകന് പ്രാണിക് ഊർജത്തിൻ്റെ സർവ്വവിധമായ പരിശുദ്ധി ലഭിക്കുന്നതിനാലാണ് ഈ ചക്രത്തിന് വിശുദ്ധി ചക്രം എന്ന് പേര് വന്നത്. വിശുദ്ധിചക്രം വരെ ഉഷ്ണ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കുണ്ടലിനി വിശുദ്ധിക്ക് മുകളിൽ തണുപ്പായി അനുഭവപ്പെടുന്നു. അടുത്തത് ആജ്ഞാചക്രം. ഇരുപുരികളുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്നു ആജ്ഞാചക്രം. മൂക്കിൻ്റെ ആരംഭസ്ഥാനമാണ്. വെളുപ്പ് നിറമാണ്. 3-ാം കണ്ണെന്നും ഇതിന് പറയുന്നുണ്ട്. ആജ്ഞാചക്രം വിശുദ്ധിയിൽ വെച്ച് പരിശുദ്ധമാക്കപ്പെട്ട കുണ്ടലി ശക്തിയുടെ ആജ്ഞയിലേക്കും അവിടെ നിന്ന് സഹസ്രാരയിലേക്കുമുള്ള പ്രയാണം ഒറ്റ കുതിപ്പായിട്ടാണ്. അതുവരെ പടിപടിയായി ഓരോ ചക്രങ്ങളുടെ ഘട്ടഘട്ടമായി വരുന്ന പ്രാണൻ ഒറ്റ കുതിപ്പിൽ വിശുദ്ധിക്ക് മുകളിലുള്ള ചക്രങ്ങളിൽ എത്തുന്നു. ആജ്ഞാചക്രം ഓം എന്ന ബീജമന്ത്രത്തോടു കൂടിയതും ഹം ക്ഷം എന്നീ 2 അക്ഷരങ്ങളും കൂടിയ 2 ദളങ്ങളും ആണ് ഉള്ളത്. രഹസ്യാത്മകമായ വിഷയങ്ങളിൽ ജ്ഞാനം ലഭിക്കുകയും സാധകൻ സർവജ്ഞനായി തീരുകയും ചെയ്യുന്നു. 3-ാം കണ്ണിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനവും സാധകൻ സ്വയമേവ സിദ്ധിക്കുന്നു. ഇനി സഹസ്രാരചക്രം. 1000 ഇതളുള്ള താമരയാണ് സഹസ്രാരചക്രം സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ആജ്ഞാചക്ര വേദനത്തിലൂടെ സഹസ്രാരത്തിലെത്തുന്ന കുണ്ടലിനി ശക്തി അവിടെ വെച്ച് ശിവശക്തിയുമായി തീരുകയും ചെയ്യുന്നു. സാധനയുടെ പരമോഷ്ടമായ നിവൃത്തിയുടേതായ ഈ അവസ്ഥയാണ് യോഗം, മോക്ഷം, സമാധി, ബ്രഹ്മജ്ഞാനം, മുക്തി, ബോധോദയം മുതലായ പദങ്ങളെ കൊണ്ട് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. മുഴുവൻ നാഡീകോശങ്ങളും ഉത്തേജിക്കാകുന്നതോടെ സാധനയിൽ സഹസ്രദള പത്മം വിരിഞ്ഞതായി അനുഭവപ്പെടുന്നു. ശരീരത്തിൻ്റെ വിനയഗ്രന്ഥിയാണ് ഇതിൻ്റെ കേന്ദ്രം. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന നിർവികാരിതമായ ഹോർമോൺ തൊണ്ടയിലൂടെ താഴത്തിറങ്ങി രക്തത്തിലൂടെ ശരീരമാസകലം. ഇങ്ങനെയാണ് യോഗികൾ അമൃതെന്ന് വിവരിക്കുന്നത്. ഇങ്ങനെ സഹസ്രാരത്തിലെത്തുന്ന ദേവിശക്തി അവിടെ സംഗമം കഴിഞ്ഞ് അവിടുന്ന് നേരെ തിരിച്ചോരോ ചക്രത്തിൽ കൂടി മൂലാധാരത്തിൽ വന്ന് ഉറങ്ങുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ആണ്. മൂലാധാരം ഭൂമിയിൽ നിന്നും മണിഭൂമി സഹസ്രാരത്തിൽ ഭർത്താവിനോടുകൂടി മേളിക്കുന്നു ദേവി. ചക്രങ്ങൾ ചെയ്യുന്ന പാതയിൽ കൂടിയാണ് പ്രാണശക്തി സഞ്ചരിക്കുന്നത്. 1000 ഇതുള്ള താമരയിൽ നിന്ന് തൻ്റെ പതിയായ ശിവനോടുകൂടി വിഹരിക്കുന്നു. ധരിച്ച മൂലാധാരത്തിൽ വന്ന് ഉറങ്ങുന്നു. നമസ്കാരം.